ഒരുപാട് ഓടിത്തളർന്ന് വിയർത്ത് കുളിച്ചു വന്നിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഒരു അത്ലറ്റ് മാത്രം അനുഭവിക്കുന്ന സുഖം. ആ സുഖമാണ് നീ. യെസ് താര. ഇത്തവണ ഞാൻ പൊങ്ങി. റിസൾട്ട് അറിഞ്ഞോ? അമ്മേ, റിസൾട്ട് അറിഞ്ഞു. എനിക്ക് നന്ദന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇവൻ പാസ്സായി. അതല്ലേ ആദ്യം പറയേണ്ടത്. കൈ ഉടലെയാ. ഏതായാലും 3 പേരും പാസ്സായല്ലോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രം പോരമേ. അയ്യോ, ഒന്നുമില്ലല്ലോ മോനെ. ദോശ ഇട്ട് തരട്ടെ. അമ്മ അമ്മയുടെ പാട് നോക്കിയേ. ഞങ്ങളിപ്പോ മൂക്കറ്റം കഴിച്ചേ ഉള്ളൂ. എവിടെ പോകുന്നതാ ഇതെല്ലാം കൂടെ? സണ്ണി, നമ്മുടെ പാട്ടിന് തുടക്കം എങ്ങനെയാ? പറ. ഏത് പാട്ടാളിയാ? ഏത് പാട്ട്? വർണ്ണമേഘങ്ങളുയലാടുന്ന വാസരാന്ത സമീരനിൽ ലല്ലലാല ലല്ലലേലേ വന്നു ഞാൻ, ദേവി വന്നു ഞാൻ, ലല്ലലാലി വന്നു ഞാൻ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പഴയ ഹിന്ദി പാട്ട്. എവിടെ കേട്ടിട്ടുണ്ട്? ഫൗജിബായി പാടി കേട്ടിട്ടുണ്ട്. ഹം കിസി സേ കം നഹി, ഹം കിസി സേ കം. വീക്ക് വെച്ചെന്നുണ്ടല്ലോ. എന്താ ചൂടാണ്ടായിരിക്കണം? ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരെങ്കിലും പറയും. ആരും പറയണ്ട. ഇത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ടാ. സംഗീതത്തിന്റെ മേഖലയിലൊന്നും കയറി സാർ കൈവയ്ക്കണ്ട. സാറിനൊരു മേഖല ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സംഗീത സംവിധായകനും ഗായകനും ആകാൻ സ്വന്തമായിട്ട് മാത്രം വിചാരിച്ചാൽ പോരാ, ഞങ്ങൾ ശ്രോതാക്കളും കൂടെ വിചാരിക്കണം. ഈ ഞങ്ങൾ ശ്രോതാക്കൾ ആരാണ്? സപ്തസ്വരത്തിൽ അധിഷ്ഠിതമായ സംഗീത അപഗ്രഹണം നടത്തി നല്ലതിനെ പാടെ കളയുകയും സ്വീകരിക്കുകയും ഇതുപോലുള്ള അനുകരണങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ സംഗീത ആസ്വാദകർ കേൾവിക്കാണ്. അതാ പറഞ്ഞത്. ചുമ്മാ കേട്ടോണ്ടിരുന്നോ ചില പാട്ട്. എന്താ അവിടെ? അമ്മേ, നന്ദനെ ഇന്നൊന്ന് വിട്ടു തരണം. എങ്ങോട്ട്? ഇന്ന് താരയുടെ വീട്ടിലെ ഊണ്. ഇവനെ കൊണ്ടുവല്ലാന്ന് ഏറ്റിട്ടുണ്ട്. നീ പോയി എളുപ്പം ഡ്രസ് മാറിട്ടോ. വിനോദേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോട്ട് വാ. അതെ, നമുക്ക് ഷാപ്പിൽ നിന്ന് വായിക്കാം. ബെസ്റ്റ് തോലിക്കറിയും കപ്പയും കിട്ടും. നീ പോയി വാങ്ങിച്ചോട്ടോ. അപ്പൊ നിങ്ങൾ ആരും വരുന്നില്ലേ? ഞങ്ങള് ഷാപ്പിൽ കയറുന്ന ആരെങ്കിലും കണ്ട? ആഹാ, എന്നെ കണ്ടോട്ടോ. അല്ലെ, മനസ്സിലായില്ല. എന്നെ അണ്ണാ പോയി വാങ്ങിച്ചോട്ടോ. ഇതൊക്കെ ആണെങ്കിലും പാസ്സായപ്പം വല്ലാത്തൊരു റിലീഫ് അല്ലേ അളിയാ? ഇനിയോ? ഇനി ഒരു ജോലി സംഘടിപ്പിക്കണ്ടേ? എന്നെക്കാളും നിനക്കായിപ്പോ ജോലിയുടെ ആവശ്യം. എന്റെയും താരയുടെയും കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് കൺഫേംഡ്. നിന്റെയും ദേവിയുടെയും കാര്യം അതുപോലല്ല. ഞാൻ കേട്ടെടുത്തോളം ദേവിയുടെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാലും അറിയിച്ചല്ലേ പറ്റൂ. അതൊരു ജോലി കിട്ടിയിട്ടാവുമ്പോ. മറ്റതില്ല. മറ്റതില്ല. എന്തോന്ന്? കപ്പയും മീനും. എന്തോന്ന്? കപ്പയും മീനും. നീ അടിച്ചാ? പിന്നെ അല്ലാതെ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടെ ഇരുന്നവരെല്ലാം എന്നെ വിനോദേ വിനോദേ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. എനിക്കാണെങ്കിൽ ഒരു സഭാകമ്പം. എന്തത്? സഭാകമ്പം. അപ്പൊ ഞാൻ 2 പൊടി വാങ്ങിച്ചടിച്ചു. എന്നിട്ട് സഭാകമ്പം മാറിയാ? മാറിയിരിക്കുന്നു. ഞാൻ വരുന്നില്ല. അവനെ നടക്കിരുത്തിയാ മതി. നീ ആരടുത്ത് ചോദിച്ചോണ്ടോ അടിച്ച്? എന്നോട് തന്നെ ചോദിച്ചോണ്ട് അടിച്ചു.